പഹൽഗാമിലുള്ളവരെ എല്ലാം തന്നെ ഇന്ത്യയിലെ ഈ സൈന്യവും അതുപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസുമൊക്കെ ഇന്നലെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഈ പഹൽഗാമിൽ ഈ ആക്രമണം നടന്നിരുന്ന സ്ഥലത്ത് നിന്ന് കിലോമീറ്ററുകൾ അകലെ അവരെ സുരക്ഷിതമായി എത്തിച്ചിട്ടുണ്ട്. ഈ മറ്റ് സ്ഥലങ്ങളിൽ, അതായത് ശ്രീനഗർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവും മറ്റ് പ്രതിസന്ധികളോ ഒന്നുമില്ല. പക്ഷേ നമ്മളെയൊക്കെ നാട്ടിൽ സാധാരണ ഒരു ബന്ധുണ്ടാകുമ്പോൾ ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ ആ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ മാത്രമാണ് സാധാരണക്കാർക്കൊക്കെ, അതായത് അവിടെ എത്തിയിരിക്കുന്ന ടൂറിസ്റ്റുകൾക്കും മറ്റും ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. പക്ഷേ അവിടെ തന്നെ എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഈ ജമ്മു കാശ്മീർ പോലീസും സൈന്യവും മറ്റും ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പഹൽഗാമിൽ ഇന്നലെ തന്നെ ഈ ഇന്ത്യൻ സൈന്യത്തിൻ്റെ എലൈറ്റ് ഫോഴ്സസ് ആയ പാരാ കമാൻഡോസിനെ അയച്ചിരുന്നു. അവർ ഈ പഹൽഗാമിൽ എത്തിയിട്ടുണ്ട്, പ്രദേശം വളഞ്ഞിട്ടുണ്ട്. ഈ പഹൽഗാമിൽ ഈ ഭീകരർ, അതായത് ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരരിൽ ചിലർ ഉണ്ട് എന്നാണ്, അവരുടെ സാന്നിധ്യം ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഇതൊരു വനമേഖലയ്ക്ക് സമീപത്താണ് ഈ അക്രമം ഉണ്ടായത്, ഈ ഭീകരാക്രമണം ഉണ്ടായത്. ഈ ഭീകരാക്രമണത്തിന് ശേഷം ഈ ഭീകരർ വനത്തിലേക്ക് കടന്നു എന്നാണ് ഈ അന്വേഷണ ഏജൻസികളും, അതായത് രഹസ്യാന്വേഷണ ഏജൻസികളും മറ്റും കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശം പൂർണ്ണമായും സൈന്യം വളഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രീനഗറിൽ നിന്നും ഉധംപൂരിൽ നിന്നും പാരാ കമാൻഡോകളെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. ആ പ്രദേശം പൂർണ്ണമായും ഇപ്പോൾ വളഞ്ഞിരിക്കുകയാണ്. ഈ പഹൽഗാം വനത്തിൽ ഈ ഭീകരാക്രമണം നടത്തുന്നതിന് സമീപത്തുള്ള സ്ഥലത്ത് വനത്തിൽ ഇപ്പോഴും അവർ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും അവരെ ആരെയും തന്നെ രക്ഷപ്പെടാൻ വേണ്ടി അനുവദിക്കില്ല എന്നാണ് ഈ ഉദ്യോഗസ്ഥർ, ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റും പറയുന്നത്. കനത്ത തിരിച്ചടി അവർക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും അതിർത്തിക്ക് അപ്പുറത്ത് നിന്നുള്ള സഹായം ഈ ഭീകരർക്ക് ലഭിക്കുന്നു എന്നാണ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികളും മറ്റും കരുതുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഇവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് സൈന്യം പറയുന്നത്. ലഷ്കർ ഇ തോയ്ബയുടെ ഒരു ഓഫ് ഷൂട്ട്, അവരുമായി ബന്ധമുള്ള ഒരു കവർ ഓർഗനൈസേഷനാണ് ഈ ഭീകരാക്രമണത്തിന് പിന്നിലെന്നാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും മറ്റും വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട